വലിയ ഉത്തരം കിട്ടും ദുആക്ക് മഴ പെയ്യുന്ന സമയത്ത്. ഇങ്ങനെ ഹദീസുകളിൽ ധാരാളം നമുക്ക് സമയങ്ങൾ കാണാം. കഅബയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ ആദ്യമായി കഅബ കാണുന്ന സമയത്തുള്ള ദുആക്ക് ഇജാബത്താണ്, അതുപോലെ മഴ പെയ്യുന്ന സമയത്ത് ഇജാബത്താണ് എന്നൊക്കെ തുടങ്ങി ഹദീസുകളിൽ ധാരാളം സമയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ നമുക്ക് ജീവിക്കാനുള്ള വാസസ്ഥലമാക്കി വെച്ചു. ജീവജാലങ്ങൾക്ക് വെള്ളം അത്യാവശ്യമാണ് ജീവിക്കണമെങ്കിൽ. വെള്ളമുള്ള ഒരു ഗോളം അത് ഈ ഭൂമി ലോകമാണ്. വേറെ എവിടെയൊക്കെയോ വെള്ളമുണ്ടോ ഇല്ലേ, അതിന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടെത്താനുള്ള നിരീക്ഷണങ്ങളിലും പരിശോധനകളിലുമാണ് ഇന്ന് ശാസ്ത്രലോകമുള്ളത്. വെള്ളമുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഗ്രഹം അത് ഭൂമി ലോകമാണ്. മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ 70% വെള്ളമാണ്. ഭൂമിയിലും അങ്ങനെ തന്നെയാണ്, 3/4 വെള്ളമാണ്. മനുഷ്യൻക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എല്ലാ ജീവനുള്ള വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആനും കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പൊ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു വസ്തുവായിട്ടാണ് വെള്ളത്തെ കണക്കാക്കിയിട്ടുള്ളത്. വെള്ളമില്ലാതെ മനുഷ്യൻക്ക് ദിവസങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഭക്ഷണമില്ലാതെ ചിലപ്പോൾ വേണമെങ്കിൽ ദിവസങ്ങളോളം പിടിച്ചു നിൽക്കാൻ കഴിയും. വെള്ളമില്ലാതെ 4 ദിവസത്തിലധികമൊന്നും പിടിച്ചിരിക്കാൻ വലിയ പ്രയാസമാണ്. പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്, വാനലോകത്തിൽ നിന്ന് അല്ലാഹു തആല വലിയ റഹ്മത്തായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത് ഖുറൈശികളിലാണ്, മക്കയിലാണ്, മദീനയിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണല്ലോ. ആ ഖുർആൻ പലതവണ വെള്ളത്തെക്കുറിച്ചും മഴയെക്കുറിച്ചും വല്ലാതെ പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് മഴയെന്നും മഴക്കാർ എന്താണെന്നും പരിചയമില്ലാത്ത, അത്രമേൽ വെള്ളത്തെയും മഴയും പരിചയമില്ലാത്ത ഒരു സമൂഹത്തോട് മഴയെക്കുറിച്ച് വല്ലാതെ ഖുർആൻ സംസാരിക്കുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഖുർആൻ ഒരു കാലത്തേക്ക് മാത്രം, ഒരു നാട്ടിലേക്ക് മാത്രം ഇറങ്ങിയതല്ല, എല്ലാ കാലത്തേക്കും എല്ലാ ജനങ്ങളിലേക്കും കൂടി ഇറങ്ങിയതാണ് പരിശുദ്ധമായ ഖുർആൻ എന്നുകൂടി വിളിച്ചോതുന്നുണ്ട് അതിന്റെ ഓരോ ആയത്തുകളും. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ أأنتم أنزلتموه من المزن أم نحن المنزلون. അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യ? ആരാണ് ഈ വെള്ളം ഇറക്കി തന്നത്? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നമ്മളാണോ നിങ്ങളാണോ ഈ വെള്ളത്തെ സംവിധാനിക്കുന്നത്? വാനലോകത്തുനിന്ന് കാർമേഘങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തരുന്നു. അത് നമ്മളാണ്, നിങ്ങളല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ഖുർആൻ. തുടർന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നമ്മൾ ഈ വെള്ളത്തെ ഉപ്പുരസമുള്ളതാക്കി തന്നാൽ എങ്ങനെയുണ്ടാകും? എങ്ങനെയുണ്ടാകും? ഈ പെയ്യുന്ന മഴ മുഴുവനും ഉപ്പുരസമുള്ളതാണെങ്കിൽ നന്ദി ചെയ്യണം കേട്ടോ മുഅ്മിനെ, നന്ദി ചെയ്യണം കേട്ടോ. അല്ലാഹുവിങ്കൽ നിന്നുള്ള വലിയ റഹ്മത്താണ് മഴ. വാനലോകത്തേക്ക് ഈ വെള്ളങ്ങൾ മുഴുവനും നീരാവിയായി ഉയർന്ന്, കടലിലെ വെള്ളങ്ങളിൽ നിന്ന് നീരാവി ഉയർന്ന് കാർമേഘത്തിൽ കട്ടപിടിച്ച് അവിടെ അല്ലാഹു തആല സംവിധാനിച്ച് അവിടുന്ന് മഴത്തുള്ളിയായി നമുക്ക് ചൊരിഞ്ഞു തരുന്നത് അത് ഉപ്പുവെള്ളല്ല, നല്ല നെൽത്തണ്ണീരാണ്, നല്ല ശുദ്ധമായ വെള്ളം, ബറക്കത്തുള്ള ഒരു വെള്ളം കൂടിയാണ് മഴവെള്ളം. എവിടെയും തൊടാതെ മഴവെള്ളം പിടിച്ചു കുടിച്ചോളൂ, നല്ല രോഗശമനം ഉണ്ടാകും. ശരീരത്തിൽ തട്ടുന്നതും വലിയ ഫലാണ്. മഴവെള്ളത്തെക്കാൾ ശുദ്ധിയുള്ള വെള്ളം വേറെ ഏത് വെള്ളമാണ്? ഭൂമിയിൽ പോയിട്ടില്ല, അഴുക്കിലൊന്നും ചാടിയിട്ടില്ല, ഒരു ഇലയിലും ഇല്ല, എവിടെയും ടെറസിലും വീണിട്ടില്ല. ഡയറക്റ്റ് മഴവെള്ളം. അത് പുതുമഴയാണെങ്കിൽ അത് കൊള്ളൽ സുന്നത്താണെന്നും കൂടി ഉണ്ടല്ലോ. അത്ര വലിയ പവറുള്ള, അത്ര വലിയ ഫളലുള്ള, പുണ്യമുള്ള നല്ല പ്യുവറായ വാട്ടറാണ് അല്ലാഹു തആല ആ വാനലോകത്തിൽ നിന്ന് ഇറക്കി തരുന്നത്. നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ വെള്ളാണ് നമ്മളാ നിങ്ങൾക്ക് തരുന്നത്. അത് ഉപ്പുരസല്ലാത്ത
നല്ല പ്യൂർ വാട്ടറായി അല്ലാഹു തആല നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നില്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വാനലോകത്ത് അല്ലാഹു തീരുമാനിക്കുന്നു എവിടെ ഇറക്കണം, എങ്ങനെ ഇറക്കണം, എവിടെ പെയ്യണം, എത്ര ഡിഗ്രി പെയ്യണം, എത്രത്തോളം നാടിനെ നനക്കണം, കുടിപ്പിക്കണം എന്ന് പരിശുദ്ധമായ ഖുർആൻ. അലം തറ അന്നല്ലാഹ യുസ്ദി സഹാബൻ ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار ألم ترى. അള്ളാഹുവിന്റെ ഖുർആനിൽ ധാരാളം കാണാൻ കഴിയുന്ന ഒരു പദപ്രയോഗമാണ്. നിങ്ങൾ കണ്ടില്ലേ നബിയെ? തങ്ങളോട് അങ്ങനെ ആ കാലത്ത് ചോദിക്കുമ്പോൾ തങ്ങളോടാണ്, തങ്ങളുടെ കാലശേഷം ലോകത്തുള്ള സർവ്വ ആളുകളോടുമാണ് ചോദിക്കുന്നത്. നീ കണ്ടില്ലേ എന്നാണ് എന്നോട്, നിങ്ങളോട് ഖുർആൻ ഓതുന്ന ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്, മോനെ കാണുന്നില്ലേ എന്ന്. അള്ളാന്റെ ഹബീബിനോട് ധാരാളം ഇങ്ങനെയുള്ള പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. കണ്ണ് തുറന്ന് കാണൂ അത്ഭുതങ്ങൾ എന്നാണ് അള്ളാഹുവിന്റെ ഈ ചോദ്യത്തിന്റെ അർത്ഥം. അന്നല്ലാഹ യുസ്ദി സഹാബ, അല്ലാഹു തആല മന്ദം മന്ദം ആർമേഘങ്ങളെ മെല്ലെ മെല്ലെ അങ്ങ് കൊണ്ടുവരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജഅലുഹു റുകാമാ. അല്ലാഹു തആല അതിനെ ആ കാർമേഘത്തെ പിന്നെ അങ്ങ് ലയിപ്പിക്കുകയാണ്, ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് അതിനെ അട്ടിയാക്കി വെച്ചിട്ട് ഫതറൽ വദഖ, പിന്നെ അതിന്റെ ഇടയിലൂടെ അല്ലാഹു തആല മഴയെ ഇറക്കി തരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? യഖ്റുജു മിൻ ഖിലാലിഹി, അതിന്റെ ഇടയിലൂടെ അല്ലാഹു തആല മഴവെള്ളത്തെ തരുന്നു. വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ് ഫയുസീബു ബിഹി മൻ യശാ. എന്നാൽ മഴയ്ക്ക് പകരം ചിലയിടത്ത് അത് ഐസിന്റെ കട്ടകൾ വീഴാറുണ്ട്. നമ്മൾ എന്തെങ്കിലും പേരിൽ വിളിച്ചാലും, ആലിപ്പഴന്നോ മറ്റെന്ത് പേര് വിളിച്ചാലും അല്ലാഹു തആല അതിനെ കുറിച്ചാണ് ആയത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ തണുപ്പുള്ള ഇടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ് എന്നാണ്. തണുപ്പിനാലുള്ള മല പോലെ ഉറച്ച സ്ഥലങ്ങളിൽ നിന്ന് അത് ആലിപ്പഴം കൊഴിഞ്ഞു വീഴാറുണ്ട്. അത് ഫയുസീബു ബിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അതൊരു മുസീബത്തായി ചിലപ്പോൾ പതിക്കാറുണ്ട്. മഴയെ പറഞ്ഞപ്പോൾ അല്ലാഹു ഉപയോഗിച്ച പദം വയുനസ്സിലു എന്നാണ്. എന്നാൽ ഇവിടെ ഞാൻ ആലിപ്പഴത്തെ പറയുമ്പോൾ ഈ കട്ടിയായി പെയ്യുന്ന ഐസും കട്ടയും പറഞ്ഞപ്പോൾ അല്ലാഹു ഉപയോഗിച്ചത് യുസീബു ബിഹി മൻ യശാ എന്നാണ്. അഥവാ ജനങ്ങൾക്ക് മുസീബത്തായി ചിലപ്പോൾ അത് ഭവിച്ചേക്കാം. എന്നാൽ ചിലർക്ക് അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകൂല. ചിലരെ തൊട്ട് അല്ലാഹു തആല അതിനെ തിരിച്ചു കളയുകയും ചെയ്യും. ഇങ്ങനെ മഴയെ അല്ലാഹു സൂചിപ്പിക്കുന്ന ആയത്തുകൾ ധാരാളം കാണാൻ കഴിയും. അല്ലാഹുല്ലദീ യുർസിലുർ റിയാഹ ഫതുസീറു സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാ കൈഫ യശാ വയജ്അലുഹു കിസഫാ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി. അല്ലാഹുവാണ് ഈ കാറ്റിനെ അയച്ചത്. ആ കാറ്റിനെ കൊണ്ടാണ് മേഘങ്ങൾ ഒരു ഭാഗത്തേക്ക് അങ്ങ് കൂടിപ്പിച്ചത്, അവിടെ ഒരുമിച്ച് കൂട്ടിയത്. അങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ച നാടുകളിൽ പടച്ചോനും മഴ വർഷിപ്പിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് ചിലയിടങ്ങളിൽ റെഡ് അലർട്ടാണ്, ഓറഞ്ച് അലർട്ടാണ്, ചിലയിടത്ത് യെല്ലോ ആണ്. ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? നമുക്കൊരു നിഗമനങ്ങളെ പറയാൻ കഴിയുകയുള്ളൂ. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതാർക്കും പറയാൻ കഴിയും. സാധ്യതാ ലിസ്റ്റ് മാത്രമേ പുറത്തുവിടാൻ കഴിയുകയുള്ളൂ. ആരാണ് പെയ്യിപ്പിക്കുന്നത്? അല്ലാഹുവാണ്. എവിടെ പെയ്യണം, എത്ര തോതിൽ പെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നതും അല്ലാഹുവാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മഴ റഹ്മത്താണ്, ചിലപ്പോൾ അത് മുസീബത്താണ്. കാവൽ തേടേണ്ടതുണ്ട്, അൽഹംദുലില്ലാഹ് പറയേണ്ടതുണ്ട്. എന്നാൽ കാവൽ തേടേണ്ടതുമുണ്ട്. അല്ലാഹു തആല
ആദ് സമുദായത്തെ, സമൂദ് ഗോത്രത്തെയെല്ലാം നിലം പരിശാക്കിയത് ഈ മഴ കൊണ്ട് തന്നെയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب. അല്ലാഹു തആല ആദ് സമുദായത്തെയും സമൂദ് ഗോത്രത്തെയും ഹൂദ് നബിയുടെയും സാലിഹ് നബിയുടെയും ഒക്കെ സമുദായത്തെ നിങ്ങൾ കണ്ടില്ലേ? അവരുടെ കാലം ഇവിടെ കഴിഞ്ഞുപോയി. അവര് വലിയ ജബലോളമുള്ള ശരീരമുള്ള വലിയ മനുഷ്യന്മാരായിരുന്നു. അല്ലാഹു തആല അവരെക്കാൾ വലിയ പവറുള്ള ഒരു മനുഷ്യന്മാരെ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. അങ്ങനെ ഒരു തടിമല്ലന്മാരെ ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല, അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഖുർആൻ. ആ മനുഷ്യന്മാരെ നമ്മൾ നിലം പരിശാക്കിയിട്ടുണ്ട്. അവരെ നമ്മൾ മഴ കൊണ്ടും കാറ്റുകൊണ്ടും നിലം പൊത്തിച്ചിട്ടുണ്ട്. അവരടയാളം എന്താണെന്നറിയോ? അവര് പാറകൾ തുരന്നിട്ട് വസമൂദല്ലദീന ജാബുസ്സഖറ ബിൽവാദ്, പാറകൾ തുരന്നിട്ട് അതിൽ വീടുകൾ ഉണ്ടാക്കി താമസിക്കാൻ മാത്രം പവറുള്ളവരായിരുന്നു. അങ്ങനത്തെവരെ അല്ലാഹു തആല ശിക്ഷിച്ചത് ഈ വെള്ളം കൊണ്ടും മഴ കൊണ്ടും കാറ്റുകൊണ്ടും ഒക്കെയാണ്. അപ്പോൾ വലിയ അദാബായി കൊണ്ട് ഇറങ്ങാൻ വലിയ സാധ്യത ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഴത്തുള്ളി എത്ര ഉയരത്തുന്ന വരുന്നത്? കിലോമീറ്റർ വേഗതയിലാണ്. ശരീരത്തിൽ നേരെ പതിച്ചാൽ ആ സ്പീഡിൽ തന്നെ പതിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അല്ലാഹു തആല നമ്മുടെ മുകളിൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് അല്ലെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വെച്ച് അതിനെ സ്ലോ ആക്കുന്നുണ്ട്. അതിനെ തടഞ്ഞു വെച്ചിട്ട് അതിനെ ഒരു മിതത്വത്തിലാണ് നമ്മുടെ ഭൂമിയിലേക്ക് അതിനെ പതിപ്പിക്കുന്നത്. എന്നാൽ ആദിനെയും സമൂദിനെയും ഒക്കെ അള്ളാഹ് നേരെ കൊണ്ടുവന്നിട്ട് വീഴ്ചു, തലച്ചോറ് പൊട്ടിപ്പോയി. അത്ര ഉയരത്തുനിന്ന് വെള്ളം പതിച്ചാൽ അങ്ങനെയാ സംഭവിക്കുക. ഉറച്ച പാറയിൽ നോക്കി ഒരു തുള്ളി വീണാ മതി അല്ലെ? ഒരു തുള്ളി ഇങ്ങനെ പൈപ്പിൽ നിന്ന് ഒറ്റി കുറെ കാലം വീണാൽ തന്നെ എന്തുണ്ടാകും? ആ പാറയിൽ ഒരു കുഴി ഉണ്ടാകും. കുറെ വീണം, ചെറിയ തുള്ളി വീണാ മതി. മഴവെള്ളത്തിനും എല്ലാ വെള്ളത്തിനും അത്രമേൽ പവറാണ്. അല്ലാഹു തആല ഈ ലോകത്ത് ശക്തിയായി നിർമ്മിച്ച വസ്തുക്കളിൽ മുമ്പിലുള്ളതാണ് വെള്ളം എന്നുള്ളത്. അല്ലാഹു തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ ഇല്ലാതാക്കിയത് എങ്ങനെയാ? ഈ ലോകത്ത് അങ്ങനെ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ടില്ല. ഇനി വരരുതേ റബ്ബേ എന്നും കൂടി നൂഹ് നബി ദുആ ചെയ്തിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു വെള്ളപ്പൊക്കം കൊണ്ട് ഈ സമുദായത്തെ ഈ ലോകത്തെ നീ പരീക്ഷിക്കുകയും ചെയ്യരുതേ എന്ന് അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുമുണ്ട്. എല്ലാ പർവ്വതവും എല്ലാ മരങ്ങളും മുങ്ങി. എല്ലാരും വെള്ളത്തിലാ. നൂഹ് നബിയും തന്റെ കൂടെ വിശ്വസിച്ച ആളുകളും മാത്രമാണ് ജീവജാലങ്ങളും ആ കപ്പലിൽ കയറിയവരും മാത്രമാ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം വെള്ളത്തിൽ മുങ്ങി. അങ്ങനെ ഒരു തൂഫാൻ ഇവിടെ വേറെ കഴിഞ്ഞിട്ടില്ല, ഇനി വരാനുമില്ല. ആ ദുആഇനനുസരിച്ച് സ്വീകരിക്കണമെങ്കിൽ ഇനി വരാനുമില്ല. എന്നാൽ നമ്മളെ നാടുകൾ പലപ്പോഴും വെള്ളപ്പൊക്കം കണ്ടിട്ടുണ്ട്. ചൈന കണ്ടിട്ടുണ്ട്, നമ്മൾ ജമ്മു കാശ്മീർ കണ്ടിട്ടുണ്ട്. പലയിടങ്ങളും ചൈനയിൽ നടന്ന വലിയൊരു വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് ഇന്ന് ഏറ്റവും വലുത് എന്ന് ജനങ്ങൾ പറയുന്നത്. 8 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു പോയ വെള്ളപ്പൊക്കം കഴിഞ്ഞു പോയിട്ടുണ്ട്. വരൾച്ചയും വെള്ളവും ഇതൊക്കെ അള്ളാഹുവിങ്കിൽ നിന്ന് മുസീബത്തായിട്ട് സംഭവിക്കാം. കാവല് ചോദിക്കണം. കളിക്കാനുള്ളതല്ല, തുള്ളിച്ചാടാനുള്ളതല്ല, റബ്ബിനെ ചിന്തിക്കാനുള്ളതാണ്. ഇന്ന് പലയിടത്തും കറങ്ങാൻ പോവാണ്. ഈ മഴവെള്ളത്തിൽ കളിക്കാനും തുള്ളാനും നല്ലോണം പേടിക്കേണ്ടതുണ്ട്. പല അപകടങ്ങളും നമ്മൾ വായിക്കുന്നു, കാണുന്നുണ്ട്. നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും ദുരിതനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ മുമ്പിലുണ്ടാകണം എന്നുകൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മയും നമ്മളെ കുടുംബത്തെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല സർവ്വ മുസീബത്തുകൾ, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, ഇടങ്ങേറുകളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല കാവൽ നൽകട്ടെ. എല്ലാ റഹ്മത്തും നമുക്ക് സന്തോഷമായി അനുഭവിക്കാൻ
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മഴ റഹ്മത്തായ നിലക്ക് നമുക്ക് അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ. അദാബിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാ റബ്ബ് യാ അല്ലാഹ്, രോഗികളായി കഴിയുന്നവർ ധാരാളം ഉണ്ട്. പടച്ചവനെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളിലൂടെ പനി ബാധിച്ചവര്, ക്ഷീണമുള്ളവര്, വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവര്, പല വിധത്തിലുള്ള പനികളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, പടച്ചവനെ നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളിൽ ആർക്കും നീ രോഗങ്ങൾ വിധിക്കല്ലേ അല്ലാ. ആഫിയത്ത് നൽകണേ റഹ്മാനെ, എല്ലാ നിലക്കുള്ള ഖൈർ വിധിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.